പിടിക്കുന്ന ചൂണ്ട അതുകൊണ്ട് ഇതിനകത്തുള്ള കുഞ്ഞും പരലിനെ വേണേ പിടിച്ചോണ്ട് നീ അതിന് ഒരുത്തേ ഞാൻ അത് കിട്ടും മതിയാ. അപ്പൊ ഇതിന്റെ ഈ സൈസ് മതിയാവും. അതിന്റെ വായി നോക്കിട്ട് ദൈവമേ ഇത് മതിയാവൂടാ. അത് മതിയല്ലേ? ഇത് മതി. ഇതിനെ നോടാ അത് മതിയാ. ഇതിട്ട് നോക്കിട്ട് നമ്മള് ഈ ചൂണ്ടയിട്ടാണ് പിടിക്കാൻ ചെറിയ ചൂണ്ടയ്ക്കകത്ത് മീനെ പിടിക്കാൻ. ചൂണ്ട ഇട്ടുന്ന കാണിച്ചു തരും. തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഇവനെ അടിക്കാം. പറയണം ഇവൻ കെട്ടുന്നതിൽ തെറ്റുണ്ടെങ്കിൽ പറയണം. കമന്റിലൂടെ അറിയിക്കണം. ഇവനെ നമ്മൾ തല്ലി കൊല്ലുന്നതായിരിക്കും. അടിയും. അടുത്ത വട്ടം 3ാമത്തെ എപ്പിസോഡിൽ ഇവനോടെ കൊണ്ടുവന്ന് കൊല്ലുന്നു. ഇത് നോക്കോടാ സയന്റിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞുതരാം. അത് നമ്മൾ ഇങ്ങനെ എഴുതിരാ കണ്ടോ? ഇങ്ങനെ എഴുതിരാ കണ്ടോ? ഇതിനകത്ത് നമ്മൾ ആ ചൂണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ ഇത് കൊണ്ട് ഇങ്ങനെ ചുറ്റുക. ഒന്ന് രാവിലത്തെ ML അടിച്ചില്ല. നമ്മൾ 4 ചുറ്റിയങ്ങൾ എടുത്തു കഴിഞ്ഞാല് കാരണം അത് ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ചെറിയ ചൂണ്ടയാണ്. ഇച്ചിരി പാടുണ്ട് കേട്ടോ. വലിയ ചൂണ്ടയാണെങ്കിൽ അതായത് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ചൂണ്ട സെറ്റ്. ഇതിന് അപ്പുറത്തോട്ട് കെട്ടിനി ഇല്ല വരാൻ. എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് പിടിക്കുക. ഓക്കെ ഉണ്ട്. ഇത് കണ്ടോ? ഇതങ്ങനെ വിളിച്ചിട്ട് വലിച്ച് സെറ്റ് ചെയ്യുക. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെയാണെങ്കിൽ ഇങ്ങനെ വലിച്ചിട്ട് വലിക്കും. അപ്പം ചൂണ്ട കറക്റ്റ് സ്ട്രേറ്റ് നിൽക്കണം. ചില സാധനങ്ങൾ വളഞ്ഞിരിക്കും, ചില സാധനം തോന്നിരിക്കും. അവരെ ക്ലിയറോടെ ഇന്നലെയാ വരണം റെഡിയായി. നമുക്ക് അത് ഇട്ടേക്കാം. കൊഞ്ചിന്റെ അത് കയറി പിടിച്ചാലോ? ഏതായാലും അപ്പൊ ഒരെണ്ണത്തിനകത്ത് കിട്ടേ. ഏതാ ചെറുതായില്ലേ? ഈ ചേട്ടനെ നമ്മൾ അവിടെ വെച്ച് പരിചയപ്പെട്ടാണ് കേട്ടോ. അപ്പം നമ്മളിലാണെങ്കിൽ ചെറിയ ഹുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പുള്ളിക്കാരൻ്റെ ഈ 3 ഇത് വരുന്ന ഹുക്കുണ്ട്. അപ്പോൾ പുള്ളി അത് നമുക്ക് തന്നിട്ട് അത് വെച്ചിടാൻ പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ മീൻ എങ്ങനെ കിട്ടും. അങ്ങനെ പുള്ളി തന്നെ അത് നമുക്ക് കെട്ടിത്തരുന്നതാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. നമ്മളവിടെ ഹുക്ക് കിട്ടുമായിരുന്നു. ആ ടൈമിൽ തന്നെ ഇവിടെ പ്രവീൺ മച്ചാൻ നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് മീൻ അവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഫസ്റ്റ് മീൻ അങ്ങനെ പ്രവീൺ മച്ചാനാണ് അടിച്ചത്. ഈ മീനിൻ്റെ മുള്ളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷാർപ്പാണ്. അത് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്ര സൂക്ഷിച്ച് വേണം അത് നമ്മൾ എടുക്കാനായിട്ട്. നല്ല പ്രശ്നമുണ്ട്. ഞാൻ ഒത്താക്കി ആരാന്നറിയോ? ഇന്നലത്തെ കണക്ക് വലിയ വന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ഇട്ടു. എന്നിട്ട് നമുക്ക് മീനൊന്നും കിട്ടില്ല. തീറ്റ പോകണമെന്നല്ലാതെ നമുക്ക് മീനൊന്നും കിട്ടില്ലായിരുന്നു. അങ്ങനെ കുറേ നേരത്തിന് ശേഷമാണ് പിന്നെ നമുക്കൊരു മീൻ അടിച്ചത്. 2000 years later. അങ്ങനെ നമ്മൾ അവസാനം അവനെ പിടിച്ചത്. പക്ഷെ നമുക്ക് കുറേ നേരമായിട്ട് കിട്ടാതിരുന്നിട്ട് കിട്ടി നമുക്ക് വലിയൊരു മീനായിരുന്നു. കുറേ നേരമായിട്ട് വന്ന് ഇവൻ തീറ്റ കൊണ്ടുപോകണുണ്ടായിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ചൂണ്ടയിൽ അവൻ പെട്ടു, അങ്ങനെ തന്നെ പറയണം. ഒരുപാട് നേരം നമ്മൾ ഇരുന്നായിരുന്നു കേട്ടോ അവിടെ. നല്ല വെയിലുണ്ട്. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു, പൊള്ളുന്ന വെയിൽ. എന്തായാലും ഇവനെ കിട്ടിയതിൽ നമ്മൾക്ക് വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വെയിൽ കൊണ്ട് ഇരുന്നിട്ട് നമുക്ക് മീനൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയത് വലിയൊരു മീൻ തന്നെ ആയപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തന്നെ ആയിരുന്നു. ചൂണ്ട വളഞ്ഞു ഇല്ലേ? ഏറ്റവും കൂടുതൽ കേറേണ്ടത് ഇതിനകത്ത്. പിന്നെ ഇതൊന്നും അളവില്ല. ആ ചൂണ്ട തന്നെ കാസ്റ്റന്റെ ചൂണ്ടയാണ്. അതിനകത്ത് തട്ടിയാ മതി. തട്ടി അപ്പഴേ കയറും. ഇതിനകത്ത് ആ ചൂണ്ട ചെറിയ അല്ലെ കയ്യൊന്ന് അടിച്ചാലേ എവിടെയാണ് കുത്തിയേ? എവിടെയല്ലേ കുത്തിയേ? മാറും. നമുക്കിന്ന് കുറച്ച് മീനെ കിട്ടിയോള്. നമ്മൾ കാണേ കഴിഞ്ഞ വട്ടത്തേക്കാളും കൂടുതൽ കുറച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന്.
നമ്മളെന്തായാലും ഇവിടുന്ന് അടുത്ത സൈറ്റിലോട്ട് പോവുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം ബാക്കി. ഗൈസ് നമ്മുടെ ചെറുക്കന്റെ കയ്യില് കുത്തി കുറച്ചു നേരമായിട്ട് വേദന എടുത്ത്. നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നത് പിന്നെ കാപ്പിൽ ബീച്ചിലാണ്. അവിടെ നല്ലൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് അങ്ങോട്ട്. പക്ഷെ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ കടലും ഒരു സൈഡ് കായലുമാണ്. അപ്പോൾ നമ്മൾ അവിടെയാണ് പോയി ചൂണ്ടയിടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള വീഡിയോയിലോട്ട് പോകാം. ഗൈസ് നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. നമുക്കിനി ഇവിടെ കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ അവിടെ കഴിച്ചുകൊണ്ടേ ഇട്ട് നമുക്ക് ഇവിടെ കാസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഗൈസ് നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ട് നിന്നപ്പോഴാണ് കേട്ടോ പോത്തും കുട്ടന്മാരെല്ലാം അവിടെ എത്തിയത്. ഒരുപാട് പേരുണ്ട്, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ നിന്ന് മാറിക്കൊടുത്തു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുത്തിവെള്ളത്തിലിട്ടാലൊന്ന് പേടിച്ചിട്ട് നമ്മളെല്ലാവരും അവിടെ നിന്ന് മാറി. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ പുഴ നീന്തി കിടന്ന് അപ്പുറത്തോട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് പേര് അവിടെ ഇങ്ങനെ കുളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പൊയ്ക്കൊണ്ടിരിക്കട്ടെ, അവരവരുടെ പാട്ടിന് പോട്ടെ. നമ്മളെ പ്രതീക്ഷിച്ച പോലുള്ള സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഒരുപാട് നേരം നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകാമെന്നുള്ളൊരു മൈൻഡിൽ അവിടെ നിന്ന് നമ്മൾ നടന്ന് കുറച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തോട്ട് വേറെ സൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇടാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ ചൂണ്ടയിടാന്ന് പറഞ്ഞു. ഇവിടെ ഭയങ്കര തിരക്ക്. ഇതൊന്ന് കായൽ വന്ന് കടലിൽ ചേരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളെ കാപ്പിൽ ബീച്ചാണ്. ഇവിടെ മണൽ വാരുന്ന സ്ഥലമായിരുന്നു പണ്ട്. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അങ്ങനെ മണൽ വാരലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ ആഴമൊന്നുമില്ല. മുട്ടളവിന് വെള്ളം മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് മീൻ കിട്ടിയില്ല. എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിറങ്ങി കളിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളെ സുഹൃത്തുക്കളെല്ലാം വെള്ളത്തിലിറങ്ങി. അവിടെ എല്ലാ ഫാമിലികളെല്ലാം വരുന്നുണ്ട്. സൈഡിലോട്ട് കുട്ടികളൊക്കെ വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആഴമില്ലാത്തൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അതായത് നമുക്ക് ഇന്ന് ഇത്രയും മീനാണ് കിട്ടിയത് കേട്ടോ. കുറച്ചേ കിട്ടിയുള്ളൂ. ഇതിനകത്തൊരു വലിയ 2 ഉണ്ടായിരുന്നു. അത് നമ്മളെ ഫ്രണ്ട്സിന് കൊടുത്തു. 2-3 ഉണ്ടായിരുന്നത് അവര് എടുത്തു. നമ്മളത് പൊരിക്കാനായിട്ട് നമുക്കിത് എടുക്കാം. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.